Hello viewers, Namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. പെർഫോമൻസ് കാണിക്കുന്നത് HL ആണ്. അപ്പോൾ HL നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4-ാം തീയതി വന്ന ട്രേഡാണ്. 4 മാർച്ചിന് 4th മാർച്ച് വന്ന ട്രേഡാണ്. ബൈ വന്നിരിക്കുന്ന 3289 നമ്മൾ ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ആണ്, അതിനനുസരിച്ചുള്ള ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് അതൊക്കെ നമ്മളിവിടുന്ന് ട്രെയിനിങ് സെക്ഷനിൽ പറഞ്ഞു തരും കേട്ടോ. ഏതായത് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ലൈവായിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. 9567464633 എന്നാണ് കോൺടാക്ട് ചെയ്യുക. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ള പഠിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആക്കാം. സിസ്റ്റം ഓർ മൊബൈൽ രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് ആണ്. അതുപോലെ നമുക്ക് സ്കാൽപ്പിംഗ്, എൻട്രോഡിയോ, അതുപോലെ എല്ലാ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ HL തിരികെ വരികയാണെങ്കിൽ HL നമുക്ക് വന്നിരിക്കുന്ന 4th മാർച്ചിലാണ് ട്രേഡ് വന്നിരിക്കുന്നത് 3829. നമുക്കതൊരു കൺഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ ബൈ വന്ന ശേഷം നമുക്ക് 2 കൺഫർമേഷൻ ആവശ്യമാണ്. ആരോ വന്ന ശേഷം, അതായത് ഗ്രീൻ അപ്പ് ആരോ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈ സോണിൽ ഏതെങ്കിലും കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അത് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ക്യാൻഡിൽ ശേഷമാണ് ഗ്രീൻ ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4th ക്യാൻഡിൽ കൺഫർമേഷൻ വന്ന് അവിടെ നമുക്ക് എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പ്രൈസ് അധികം ഡിഫറൻസ് ഇല്ല, കാരണം മാർക്കറ്റ് അധികം കയറിയിട്ടില്ല. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബൈസിക്കിൾ വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അതിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ലെവൽസുകൾക്ക് സിഗ്നൽസിന് 90% മാർക്കറ്റ് കയറും. അങ്ങനെയാണെങ്കിൽ താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ചെയ്താവുന്നതാണ്. അത് ഓൾറെഡി കയറിയ ശേഷം ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒരു മാർക്കറ്റ് റിവേഴ്സ്, അതായത് ഒരു 16-ാം തീയതി കഴിഞ്ഞപ്പോൾ ഒരു 17th മാർച്ചൊക്കെ വന്നപ്പോൾ മാർക്കറ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോഫിറ്റ് വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ ടാർഗറ്റ് എല്ലാം എടുത്ത് എക്സിറ്റ് ചെയ്ത് അതിന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഇവിടുന്ന് കയറാൻ തുടങ്ങി. നോക്കിയാൽ ഈ ഒരു ഡേറ്റിൽ മാർക്കറ്റ് പിന്നെ കയറാൻ തുടങ്ങി. അപ്പം നമുക്ക് എന്താ ഇവിടെ നിന്ന് രണ്ടാമത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ എഗെയിൻ ബൈ ചെയ്തിടാം. റെസിസ്റ്റൻസ് ബ്രേക്ക് പിന്നെ ബൈ സിഗ്നൽ വരേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ബൈയിൽ കിടക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ രണ്ടാമത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് രണ്ടാമത് അതിന് അത് 17-ാം തീയതി ആയിരുന്നു രണ്ടാമത് നമുക്ക് ഇന്ന് ബൈ ചെയ്തിടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്തിടാം, കാരണം ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ 3743 നിൽക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി, അതാണ് ഏറ്റവും വേണ്ടത്. നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.